ഗുഡ് മോർണിംഗ് സർ. ഓൺ ടൈം അല്ലേ? ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ, മെരിങ്ങാത്തെനവാ നിന്നെ പോലെ. കേന്ദ്ര സഹമന്ത്രി KM വർഗീസിന്റെ പെണ്ണുമ്പിള്ള അച്ചാമ്മയ്ക്ക് കുതിര സവാരി പഠിക്കണമെന്ന്. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു കുതിരയും ട്രെയിനറേയും ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നു. ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവിന്റെ അധികാരം വെച്ച് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റേറ്റ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞായിരിക്കും അച്ചാമ്മ ഇനി പോലീസ് കുതിരയുടെ പുറത്തോട്ട് കയറാൻ പോകുന്നത്. കുതിരയ്ക്ക് ഇൻഷുറൻസ് കൊണ്ടുവിടും. ഉണ്ട് സർ. ഭാഗ്യം, കൊണ്ടുപോകും. പക്ഷെ ഇവനാകുമ്പം കൊള്ളാം, പോലീസുകാർക്കുള്ള അത്രയും ക്ഷമയില്ല. സഹിക്കാൻ പറ്റാതെ വന്ന ഇവൻ തിരിച്ച് അച്ചാമ്മയുടെ പുറത്തോട്ട് കയറിക്കോളും. പറഞ്ഞില്ലേ, മെരുങ്ങാത്ത ജനിസ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഭരത്, ഹീസ് പ്രസാദ്, ASP ഭരത് ചന്ദ്രൻ. ഹലോ സർ. കമാൺ. അപ്പൊ ആക്ഷൻ തുടങ്ങിയല്ലേ? എത്ര അടി കിട്ടും നിനക്ക്? ഓ, അതിങ്ങനെ എണ്ണി പറയാനും മാത്രമൊന്നുമില്ല. ഒരു മൈനർ അസോൾട്ട്. ആരായാലും ശരി, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഇതുപോലെ എവിടുന്നെങ്കിലും 2 എണ്ണം കിട്ടണം നിനക്ക്. എങ്കിലേ നീ നന്നാവും. ബാലേട്ടൻ, സോറി സാറ് രാവിലെ തന്നെ ഒരെണ്ണം ഓൺ ദ റോക്സ് ആണല്ലേ? തോന്നിയാസം ചോദിക്കുമ്പോ നിന്റെ നാക്കിൽ ഇപ്പോഴും അറിയാതെ പഴയ ബാലേട്ടൻ വരും അല്ലേടാ? എനിവേ, ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്കായി പോകാൻ പാടില്ല. ഹി വിൽ ബി അസിസ്റ്റിംഗ് യു. സർ, നോ, ദിസ് ഈസ് മൈ ഡിസിഷൻ, റാദർ മൈ ബോധറേഷൻ. സംശയിക്കൊന്നും വേണ്ടടാ, നിന്റെ കാലപ്പേ തന്നെ പൂട്ടായവനെയും പെഡിഗ്രി ഉള്ളവനാ. പഴയ ട്രാവൻകൂർ IG ഗോപാലമേനോന്റെ ഗ്രാൻഡ് സൺ അല്ലേടോ? എന്തായി കോൺസ്റ്റബിൾ ഗോപി? കള്ളൂടിയനായതുകൊണ്ടായിരിക്കും അയാളുടെ ടോട്ടൽ ക്യാരക്ടർ ഒരു ഇത്തിരി സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല അയാളുടെ കയ്യിൽ. ആ ഫയലിൽ ഒരു പെണ്ണിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ആ കമ്മീഷൻ അസിസ്റ്റ് ചെയ്ത ഒരു ജൂനിയർ അഡ്വക്കേറ്റ്, ഏതോ ഒരു എന്താ മിസ് വർമ്മ എന്നോ? അതെ, ശ്രീലത വർമ്മ. എക്സാക്ട്ലി. ഇവിടേക്ക് ഇരിക്കായിരുന്നു. പാലുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആരാ ഇവരൊക്കെ? അനിയത്തിമാര്, പിന്നെ ഏട്ടത്തിയുടെ കുട്ടികള്. എന്ത് ചെയ്യുന്നു ഏട്ടത്തി? ഏട്ടത്തി മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ദേവി, കുട്ടികളെയും കൂട്ടി അപ്പുറത്ത് പോ. വാ. ഏട്ടത്തി മരിച്ചു. 2 വർഷമായി. സൂയിസൈഡ്. സോറി. ഏട്ടത്തി ഒരുപാട് പാവായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ച ആള് ഒടുവിൽ ഉപേക്ഷിച്ചു പോയപ്പോ 2 കുട്ടികളുണ്ടെന്നും കൂടി ഓർക്കണ്ട. സ്വയം. ലതേ, ആരാ അവിടെ നിന്നെ കാണാൻ വന്നിരിക്കണേ? ആരുമില്ല. അമ്മയാ. കിടപ്പില കുറച്ചു കാലായിട്ട്. ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ വെച്ചിട്ട് കുട്ടിയുടെ ലോ കോളേജിലെ പഠിപ്പൊക്കെ? ഈ മരിച്ചു എന്ന് പറഞ്ഞ ഏട്ടത്തിയുടെ ആള് സഹായിച്ചിരുന്നു അന്നൊക്കെ. പിന്നെ അഡ്വക്കേറ്റ് ജോസഫ് പുറമാടത്തിന്റെ ജൂനിയർ ആയിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? 2 വർഷം. പിന്നെന്താ പ്രാക്ടീസ് നിർത്തി കമ്മീഷന്റെ കൂടെ? അഡ്വക്കേറ്റ് ജോസഫിന് കേസൊക്കെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെ തികയാറില്ല. ഒടുവില് എനിക്കൊരു സ്ഥിരം വരുമാനമാവട്ടെ എന്ന് കരുതി അദ്ദേഹം തന്നെയാ ഒരു കത്തും തന്ന് എന്നെ ജസ്റ്റിസ് മഹേന്ദ്രന്റെ അടുത്തേക്ക് വിട്ടത്. ജസ്റ്റിസ് മഹേന്ദ്രൻ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഐ മീൻ എല്ലാ രഹസ്യങ്ങളും ശ്രീലതയുമായി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇല്ല, രഹസ്യ സ്വഭാവമുള്ള രേഖകളൊക്കെ അദ്ദേഹം നേരിട്ടാ കൈകാര്യം ചെയ്തിരുന്നത്. അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ റിപ്പോർട്ടിലെ ഗൗരവമുള്ള ഭാവങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിരുന്നു പോലും അദ്ദേഹം തന്നെയാ. കമ്മീഷനെ അസിസ്റ്റ് ചെയ്തിരുന്നു എന്നല്ലാതെ സത്യത്തിൽ പ്രൊസീഡിങ്സിനെ കുറിച്ച് പുറത്തറിയാവുന്നതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞല്ലോ ശ്രീലത. അത് ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ആവശ്യമെന്ന് തോന്നിയാൽ ഞാൻ വിളിപ്പിക്കും.
അല്ല സാറേ, ഇത്തവണ കൊച്ചു തമ്പുരാട്ടി അഴി എണ്ണുവോ? അല്ല, അകത്തു പോകുമോന്ന്? So you have pursued all possible avenues, but to no avail. സർ, സംശയിക്കാനാണെങ്കിൽ കമ്മീഷന്റെ വിസ്താരത്തിന് വിധേയരായവരെ മുഴുവൻ സംശയിക്കാം. എല്ലാവരോടും വളരെ കർശനമായ സമീപനമായിരുന്നു ജസ്റ്റിസിന്റേത്. ആർക്കും വൈരാഗ്യം തോന്നുന്ന തരത്തിൽ നിശിതമായ വിമർശനം. Yes, I know. ഇനി ചോദ്യം ചെയ്യാൻ ബാക്കിയുള്ളത് തലയ്ക്ക് മുകളിലുള്ളവരാണ് സർ. AIG മേനൻ, IG വിജിലൻസ് രാജൻ ഫെലിക്സ്. നിനക്ക് വേണ്ടി കാണാൻ അനുവാദം ചോദിച്ച് ഞാൻ വിളിക്കണ ഒരാളിനെ. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വേണ്ട സർ, അറിയാം. ഇന്ന് വൈകിട്ട് മെട്രോപൊളിറ്റൻ ക്ലബിൽ ചെന്ന് കാണാൻ അനുവാദം തന്നു കഴിഞ്ഞു. രണ്ടാള്.